സോ അന്നത്തെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള സോഷ്യലിസ്റ്റ് ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ള ആരുടെ തിയറിക്കായിരുന്നു? കാൾ മാർക്സിൻ്റെയും ഫ്രെഡറിക് ഏഞ്ചൽസിൻ്റെയും തിയറിക്കായിരുന്നു. ഓക്കെ, ഇവർ രണ്ടുപേരും തിയറീസാണ് കൂടുതലായിട്ടും സോഷ്യലിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ ദ ബുക്ക് ദാസ് ക്യാപിറ്റൽ, മാർക്സ് പോയിന്റ് ഔട്ട് ദ ഹിസ്റ്ററി ഓഫ് ദ ഓൾ സൊസൈറ്റീസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾ. അപ്പം ദാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്, മൂലധനം എന്നാണ് ബുക്കിൻ്റെ പേര് വരുന്നത്, മലയാളം ട്രാൻസ്ലേഷൻ വരുന്നത് അങ്ങനെയാണ്, കാൾ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റൽ. ഓക്കെ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുക്കിൽ എന്താണ് പറയുന്നത്? ഹിസ്റ്ററി ഓഫ് ഓൾ സൊസൈറ്റീസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾ. ഈ ഒരു ക്ലാസ് സ്ട്രഗിൾ കാരണം സൊസൈറ്റീസിൽ ഉണ്ടായിട്ടുള്ള ഓരോ ടൈപ്പ് ഓഫ് ഹിസ്റ്ററിനെ കുറിച്ചിട്ടും ദാസ് ക്യാപിറ്റൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഹിം, ദ ക്യാപിറ്റലിസ്റ്റ് ഓൾവേസ് ട്രൈ ടു ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ്സ് ബൈ റെഡ്യൂസിംഗ് ദ വേജസ് ഓഫ് ദ വർക്കേഴ്സ് വിച്ച് ലെഡ് ടു ദി ക്ലാസ് കോൺഫ്ലിക്റ്റ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാപിറ്റലിസ്റ്റ് എപ്പോഴും ചെയ്യുന്നത് എന്താണ്? അവരുടെ പ്രോഫിറ്റ് കൂട്ടുക. അതായത് മുതലാളികൾ എപ്പോഴും അതിനല്ലേ ശ്രമിക്കത്തുള്ളൂ, അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക. സോ അത് ഇൻക്രീസ് ചെയ്യാനുള്ള അവരുടെ വഴി എന്തായിരുന്നു? വർക്കേഴ്സിന് കൊടുക്കുന്നത്, അതായത് വ്യവസായം ഈ പണിയെടുക്കുന്നവരുടെ വേജസ് കുറയ്ക്കുക, അവരുടെ വേതനം കുറയ്ക്കുക, അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അത് അവസാനം എന്തിലേക്ക് നയിച്ചു? ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റിലേക്ക് നയിച്ചു. മനസ്സിലായല്ലോ? He predicted that the struggle will be successful if the end of in the end of the capitalism and the coming of socialism. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് എങ്ങനെ അവസാനിപ്പിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്? ക്യാപിറ്റലിസത്തിൻ്റെ അവസാനത്തോടു കൂടിയും അതുപോലെ തന്നെ സോഷ്യലിസത്തിൻ്റെ വരവോടുകൂടിയും നമുക്കിതിനെ നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയും. This will result in the control of the ownership of the means of production in the hands of the state and the birth of equal society. അപ്പം ഇത് അവസാനം എന്തിലേക്കാണ് നയിക്കുക? ഓണർഷിപ്പിൻ്റെ കൺട്രോൾ. അതായത് എന്താണ്? ഈ ഒരു നമ്മളുടെ എന്തെങ്കിലും ഒരു ആവശ്യം, ഈ ഒരു ക്യാപിറ്റലിസ്റ്റിൻ്റെ ഒരു ഓണർഷിപ്പ് മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അവസാനവും അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റേറ്റ് ഒരു ഇക്വാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് എത്തുന്നതിനായിട്ടും ഇത് സഹായിക്കും. The first practical example of this was the Russian Revolution, which resulted in the establishment of the first socialist government of India. അപ്പം ഇത് എന്താണ് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് റഷ്യൻ റവല്യൂഷൻ തന്നെയാണ്. അത് അവസാനം എന്തിലേക്കാണ് നയിച്ചത്? ഫസ്റ്റ് സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ഓഫ് ദ വേൾഡ്, രാജ്യത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് എന്നുള്ളൊരു ആശയത്തിലേക്ക് ആദ്യമായി വന്ന എക്സാമ്പിളാണ് റഷ്യൻ റവല്യൂഷൻ്റെ കാരണമായിട്ടുണ്ടായ യൂണിഫൈഡ് റഷ്യ എന്ന് പറഞ്ഞ USSR എന്ന് പറയുന്നത്. ഓക്കെ, റഷ്യ വാസ് ഇൻഡസ്ട്രിയലി ബാക്ക്വേർഡ് ആൻഡ് വാസ് ബേസ്ഡ് ഓൺ ദി അർഗേറിയൻ എക്കണോമി. അർഗേറിയൻ എക്കണോമി മീൻസ് അഗ്രികൾച്ചറൽ എക്കണോമി. ഓക്കെ, അപ്പോൾ റഷ്യ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലി കുറച്ച് ബാക്ക്വേർഡ് ആയിരുന്നു. അവരുടെ ഏറ്റവും ഒരു എക്കണോമിക്കൽ വേ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ തന്നെയായിരുന്നു. സാർ ഡൈനാസ്റ്റി വാസ് an autocrat and the oppressive ruler. അപ്പം ടി സാർ എന്നല്ല വായിക്കേണ്ടത്, സാർ എന്ന് വായിക്കണം കേട്ടോ. അപ്പം ആ സാർ ഡൈനാസ്റ്റിയാണ് അന്ന് ഭരിച്ചിരുന്നത്. അവരുടെ ഓട്ടോക്രാറ്റിക് അതല്ലെങ്കിൽ ഒപ്രസീവ് റൂൾ, അതായത് ഒരു അടിച്ചമർത്തുന്ന രീതിയിലുള്ളൊരു ഭരണമാണ് സാർ ഡൈനാസ്റ്റി കൊണ്ടുവന്നിരുന്നത്. ഹെൻസ് ദ വർക്കേഴ്സ് ആൻഡ് ദ പെസൻസ് സഫേർഡ് എ ലോട്ട്. പക്ഷേ ഈ വർക്കേഴ്സും അതുപോലെ തന്നെ ഈ ഒരു പെസൻസ് എന്ന് പറയുമ്പം അടിയാളർ, ഓക്കെ, സ്ലേവ്സ്, അവരും വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. ദ റെവല്യൂഷൻ ഓഫ് 1905 led to the formation of constitutional monarchy with the formation of the Duma. അപ്പം ഡ്യൂമയുടെ ഫോർമേഷനോട് കൂടി, ഡ്യൂമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പാർലമെൻറ്റ് സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഡ്യൂമയുടെ ഫോർമേഷനോട് കൂടി എന്ത് ചെയ്തു? ഒരു 1905 ഒരു റെവല്യൂഷൻ അവർ കൊണ്ടുവന്നു. ഓക്കെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി അവർ ഫോം ചെയ്തു, ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തു, ഒരു ഡ്യൂമ ഫോം ചെയ്തു. ഡ്യൂമ മീൻസ് ഒരു ടൈപ്പ് ഓഫ് പാർലമെൻ്റ് ആണ്. ഓക്കെ, ഡ്യൂമ, ദ മെമ്പേഴ്സ് ഓഫ് ഹൂം വെർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പെസൻസ്, ടൗൺമെൻ ആൻഡ് ജെൻട്രി. അപ്പം ഈ ഡ്യൂമയിലുള്ള ആൾക്കാർ ആരൊക്കെയായിരുന്നു? പെസൻസും വർക്കേഴ്സും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ്, അത് തന്നെ നമുക്ക് ഡ്യൂമ എന്ന് പറയാം. Even after 1905 of revolution, the civil rights and the democratic representation was limited and hence the unrest continued. അപ്പം 1905 റെവല്യൂഷന് ശേഷം സിവിൽ റൈറ്റ്സും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് റെപ്രസെൻറ്റേഷനും ഒക്കെ ലിമിറ്റഡ് ആയിരുന്നു. അത്ര അങ്ങോട്ട് റൈറ്റ്സ് നമുക്ക് ഒരു ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, അതായത് ഒരു പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരണ്ടേ? എന്ത് ചെയ്തു? ഇൻ 1917
occurred another revolution in Russia. അപ്പം 1917 റഷ്യയിലെ അടുത്തൊരു റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. It happened because the condition of the Russian workers and the peasants and the non-Russians living in Russia had become quite miserable under the aristocratic rules of Caesar Nicholas II. ഓക്കെ, അപ്പോൾ നോക്കിയേ എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന്. 1917 റഷ്യയിൽ മറ്റൊരു വിപ്ലവം സംഭവിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കാര്യം റഷ്യയിലെ വർക്കേഴ്സിൻ്റെയും പെസൻസിൻ്റെയും ജോലി ചെയ്യുന്നവർ, ഓക്കെ, അവരുടെയും നോൺ റഷ്യൻസ് ലിവിങ് ഇൻ റഷ്യ, മറ്റ് രാജ്യങ്ങളിൽ നിന്നും റഷ്യയിൽ വന്ന് താമസിക്കുന്നവരുടെയും അതുപോലെ തന്നെ അവരുടെയൊക്കെ ജീവിതം ഈ സാർ നിക്കോളാസ് ടൂവിൻ്റെ കീഴിൽ വളരെയധികം ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. Exploration along with the inhuman working condition and huge amount of taxes had made the people rise against him. അപ്പം എക്സ്പ്ലോയിറ്റേഷൻ, വളരെയധികം ചൂഷണം ചെയ്യുന്നവരെ, അതുപോലെ തന്നെ ഇൻഹ്യൂമൻ വർക്കിംഗ് കണ്ടീഷൻ, മനുഷ്യത്വപരമല്ലാത്ത വർക്കിംഗ് കണ്ടീഷൻസ്. ഇത് വർക്കിംഗ് കണ്ടീഷൻ മീൻസ് അവർക്ക് വ്യക്തമായിട്ടുള്ള സാനിറ്ററി ഓപ്ഷൻസോ റെസ്റ്റോ വേജസോ ഒന്നും കൊടുക്കാത്തൊരവസ്ഥ. അതുപോലെ തന്നെ എന്താ, ടാക്സസ്, വളരെയധികം ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ടാക്സസ്. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ടുള്ള അക്യൂസേഷൻസ് എന്ന് പറയുന്നത്. പീപ്പിൾ വെയർ ഓൾസോ ഡിനൈഡ് എനി പൊളിറ്റിക്കൽ റൈറ്റ്സ്. ആളുകൾ എന്താണ്, അവരുടെ പൊളിറ്റിക്കൽ റൈറ്റ്സ് എല്ലാം തന്നെ ഇദ്ദേഹം ഡിനൈ ചെയ്തിരുന്നു, കൊടുത്തിരുന്നില്ല. ഓക്കെ, ബട്ട് ഷീ വാസ് അൺഎക്യുപ്പൈഡ് ടു ഡു സോ. പക്ഷെ എന്താണ്, ആൾക്കാർക്ക് ഈ പൊളിറ്റിക്കൽ റൈറ്റ്സ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരു വേൾഡ് വാറിലേക്കും പീപ്പിൾ വെയർ ഓൾസോ ഡിനൈഡ് എനി പൊളിറ്റിക്കൽ റൈറ്റ്സ്. അപ്പോൾ എന്താ, ആൾക്കാർക്ക് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഒക്കെ തന്നെ ഡിനൈ ചെയ്തിരുന്നു. റഷ്യ ഹാഡ് ഓൾസോ എൻറ്റേർഡ് വേൾഡ് വാർ 1 ഫോർ ഇമ്പീരിയലിസ്റ്റ് ഗെയിൻ. അപ്പോൾ ഈ സമയത്താണ് നമ്മളുടെ ഒന്നാം ലോക മഹായുദ്ധം സംഭവിക്കുന്നത്, വേൾഡ് വാർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ വേൾഡ് വാർ ഫസ്റ്റിൻ്റെ സമയത്ത് റഷ്യയ്ക്കും അതിൽ പങ്കെടുക്കേണ്ടി വരുന്നുണ്ട്. എന്തിനാണ്? അവരുടെ ഇമ്പീരിയലിസ്റ്റ് ഗെയിൻ. കാര്യം ആ സമയത്ത് ഇമ്പീരിയലിസം ആണല്ലേ, രാജഭരണമാണ്. അപ്പോൾ അവരുടെ ഇമ്പീരിയലിസ്റ്റ് ഗെയിനിന് വേണ്ടിയിട്ട് റഷ്യ വേൾഡ് വാർ ഫസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഷീ വാസ് അൺഎക്യുപ്പൈഡ് ടു ഡൂ സോ. പക്ഷെ അത്രയധികം എക്യുപ്പൈഡ് അല്ലായിരുന്നു, അതായത് അത്രയധികം സംവിധാനങ്ങൾ റഷ്യയ്ക്ക് അന്ന് ഇല്ലായിരുന്നു ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാനും വേണ്ടിയിട്ട്. തൗസൻഡ്സ് ഓഫ് റഷ്യൻ സോൾജേഴ്സ് വെയർ killed in the World War First as they were ill-equipped with no proper warm uniforms and arms to fight with the cold deserts of Siberia. ആയിരക്കണക്കിന് റഷ്യൻ സോൾജേഴ്സ് അന്ന് മരണപ്പെട്ടു. എന്തുകൊണ്ടാണ്? അവർക്ക് അന്ന് അവരുടെ കയ്യിൽ വേണ്ടത്ര ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു ഒരു യുദ്ധത്തിന് ഇറങ്ങാനുള്ള. സൈബീരിയയിലെ മഞ്ഞ് പെയ്യുന്ന ഡെസേർട്ടിൽ, മരുഭൂമിയിൽ ഒരുപാട് പട്ടാളക്കാർ ഒരു ആവശ്യമുള്ള ഫൈറ്റ് ചെയ്യാൻ ആവശ്യമുള്ള വാമായിട്ടുള്ള ക്ലോത്ത്സ്, ചൂട് തരുന്ന ക്ലോത്ത്സോ അതുപോലെ തന്നെ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സോ ഒന്നും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് പട്ടാളക്കാരാണ് അന്ന് മരണപ്പെട്ടത് വേൾഡ് വാർ ഫസ്റ്റിൽ. മെനി സ്കിൽഡ് വർക്കേഴ്സ് വെയർ ഫോഴ്സ്ഡ് ടു enlist in the army and fight in the battlefield resulting in their death. അപ്പം യുദ്ധം നടക്കുകയാണ്, പട്ടാളക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പട്ടാളക്കാരില്ലെന്നും പറഞ്ഞ് ഇവരെന്ത് ചെയ്യില്ല, യുദ്ധം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം സ്കിൽഡ് വർക്കേഴ്സ്, നല്ല വർക്കേഴ്സിനെ ഇവർ പട്ടാളത്തിലേക്ക് ഫോഴ്സ് ചെയ്തെടുത്തു. അതും അവരുടെ മരണത്തിന് തന്നെ അവസാനം കാരണമായി. ദ നോബിലിറ്റി വെയർ ഓൾസോ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ടീസാസ് ടു ആൻഡ് ഡ്യൂ ടു ഹിസ് ഓട്ടോക്രാറ്റിക് വേസ്. അപ്പം സാർ നിക്കോളാസ് ടൂവിൻ്റെ ഒരു ഓട്ടോക്രാറ്റിക് വേ കാരണം ഒരുപാട് ആൾക്കാർ വളരെയധികം ഡിസാറ്റിസ്ഫൈ ആയിരുന്നു, ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഓക്കെ, famines further worsened and the situation in the country. Famine means ദാരിദ്ര്യം. അപ്പം കൺട്രിയിൽ, രാജ്യത്താകമാനം ദാരിദ്ര്യം വരാൻ തുടങ്ങി. This resulted in labor riots and strikes. അപ്പോൾ ഇതെന്തിന് കാരണമായി? ആൾക്കാർ തമ്മിൽ യുദ്ധമുണ്ടാവാൻ കാരണമുണ്ടായി, വിപ്ലവങ്ങൾ ഉണ്ടാവാൻ കാരണമായി. തൊഴിലാളികൾ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതാണ് റൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത്. സമരങ്ങളും ജാഥകളും ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. സ്ട്രൈക്കിംഗ് ക്രൗഡ്സ് അറ്റാക്ക്ഡ് കോർട്ട്സ്, പ്രിസൺസ് ആൻഡ് ഓഫീസ് പ്രിമൈസസ്. ഈ ഒരു ദേഷ്യപ്പെട്ടിരിക്കുന്ന ഈ ക്രൗഡ്സ് എന്ത് ചെയ്തു? അവരുടെ ഓഫീസ്, അതുപോലെ തന്നെ ജയിലുകൾ, കോർട്ട് റൂംസ്, ഇതൊക്കെ തന്നെ അറ്റാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ദെയർ വാസ് വൈഡ് സ്പ്രെഡ് അൺറെസ്റ്റ് എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിലെ എല്ലാ സെക്ഷൻസിലും ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. Okay, the army lacked ammunition, the cities lacked food, while the peasants failed to get proper return of their produce. അപ്പം ആൾക്കാർക്ക്, ആർമിയിലുള്ളവർക്ക് അവർക്ക് ഭക്ഷണമില്ല, ഒരു ഫുഡില്ല, അതുപോലെ തന്നെ പെസൻസ്, ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് പ്രോപ്പറായിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് അവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഇതെല്ലാം അത് കാരണം ഒരു വേൾഡ് വാർ ഫസ്റ്റിൽ ഒരു പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട്
സാർ നിക്കോളാസ് ടൂവിൻ്റെ അട്രോസിറ്റി കാരണമായിട്ട് സംഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഓക്കെ, ദ ഗവൺമെൻറ് ഇൻ ദ മീൻ ടൈം ഹാഡ് പ്രിന്റഡ് മില്യൺസ് ഓഫ് റബിൾ നോട്ട്സ് ലീഡിങ് ടു ഇൻഫ്ലേഷൻ. ദിസ് സിറ്റുവേഷൻ സ്പിൽഡ് ഔട്ട് സാർസ് ഹാൻഡ്. അപ്പം അവസാനം സാറിൻ്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, നിക്കോളാസ് ടൂവിൻ്റെ കയ്യിൽ നിന്ന് പോയി, ആളുടെ കയ്യിൽ നിന്ന് രാജ്യം വിട്ടുപോവുകയാണ്. കാര്യം എന്താ, ഗവൺമെൻറ് തന്നെ ഇതിനെതിരെ ഒരുപാട് റെബലിയൻസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് റൈറ്റ്സും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം സാർ നിക്കോളാസ് ടൂവിനെ അവസാനം ഔട്ട്ത്രോൺ ചെയ്തു. ആളെ അവരെന്ത് ചെയ്തു, രാജ്യത്ത് നിന്നും അവരുടെ ഭരണം തിരിച്ചെടുത്തു. ഇത് കണ്ടോ, ഇതൊരു പിക്ചറാണ്. എന്തിൻ്റെയാ? ഡെമോൺസ്ട്രേഷൻ ഓഫ് പീപ്പിൾ ഓൺ 18 July 1717 ദ പെട്രോഗാർഡ്. ദ ബാനർ സേസ് ഡൗൺ വിത്ത് 10 capitalist ministers, all the power to the Soviet workers, soldiers and the peasants. Disputes the socialist ministers. We demand that Nicholas II be transferred to the Perol fortress. അപ്പം അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റാനായിട്ട് ആളുകൾ ചേർത്തൊരു സമരം നടത്തിയതിൻ്റെയാണ് സ്ലോഗനാണ് എഴുതിയിരിക്കുന്നത്. ഡൗൺ വിത്ത് 10 capitalist ministers. സോവിയറ്റ് യൂണിയൻ തുടങ്ങുന്നത് തന്നെ ഈ ഒരു കാര്യത്തിൽ നിന്നാണ്. അതായത് വർക്കേഴ്സിന് കൂടുതലായിട്ടും പ്രോമിനൻസ് കൊടുക്കുക, വർക്കേഴ്സിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, this situation was further worsened by writing of Marx and Tolstoy, which influenced the people, especially the workers, and led to their political awakening. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കൂടുതലായിട്ടും വഷളായത് എങ്ങനെയാണ്? മാർക്സും, അതായത് കാൾ മാർക്സ്, അതുപോലെ തന്നെ എന്താ ലിയോ ടോൾസ്റ്റോയ്, അവരുടെയൊക്കെ റൈറ്റിങ്സും കൂടെ എന്ത് ചെയ്തു, ആൾക്കാരെ സ്വാധീനിക്കാൻ തുടങ്ങി. ഓക്കെ, എസ്പെഷ്യലി ദ വർക്കേഴ്സ്. കൂടുതലായിട്ടും ആരെയാണ് സ്വാധീനിച്ചത്? ജോലി ചെയ്യുന്നവരെ. ഓക്കെ, വർക്കേഴ്സിനെ സ്വാധീനിച്ചു. അതെന്ത് ചെയ്തു, അവർ പൊളിറ്റിക്സിനെ കുറിച്ചും കൂടുതലായിട്ട് അവർ പൊളിറ്റിക്കൽ അവേക്കനിങ് ഉണ്ടായി, അവർക്കൊരു ഉപബോധമുണ്ടായി രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച്. ദിസ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ കൗൺസിൽ ഓഫ് വർക്കേഴ്സ് കാൾഡ് സോവിയറ്റ്. അപ്പം ഇതെന്തിന് കാരണമായി? സോവിയറ്റ് എന്ന് പറഞ്ഞ കൗൺസിൽ ഓഫ് വർക്കേഴ്സിന് രൂപീകരിക്കാനായിട്ട് കാരണമായി. ഇൻ ഫെബ്രുവരി 1917 സാർ വാസ് ഡിപ്പോസ്ഡ് ആൻഡ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ് was established under the control of മെൻഷെവിക് പാർട്ടി. അപ്പം മെൻഷെവിക് പാർട്ടിയുടെ കൺട്രോളിൽ സാർ നിക്കോളാസ് ടൂവിനെ ഔട്ട്ത്രോൺ ചെയ്തിട്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് 1917 ഫോം ചെയ്തു. ഓക്കെ, ബട്ട് ദ ഗവൺമെൻറ് ഫെയിൽഡ് ടു ഫുൾഫിൽ ദ ഡിമാൻഡ്സ് ഓഫ് ദ പീപ്പിൾ. എങ്കിലും പെട്ടെന്നുണ്ടായ ഒരു ഗവൺമെൻറ് അല്ലേ, അതും ആൾക്കാരുടെ ഡിമാൻഡിനെ ഫുൾഫിൽ ചെയ്യാൻ അത്രമാത്രം എഫക്റ്റീവ് ആയിരുന്നില്ല. അനദർ പാർട്ടി കാൾഡ് ബോൾഷെവിക്സ് ഹെൽഡ് ബൈ ലെനിൻ ഓർഗനൈസ്ഡ് ദ സോവിയറ്റ് ആൻഡ് റീപ്ലേസ് ദ ഗവൺമെൻറ് ഇൻ ഒക്ടോബർ 1917. അപ്പം ഒക്ടോബർ 1917 ബോൾഷെവിക്സ് എന്ന് പറഞ്ഞാൽ ലെനിൻ ലീഡ് ചെയ്യുന്ന പുതിയൊരു പാർട്ടി ഫോം ചെയ്തു. അതെന്ത് ചെയ്തു, ഈ സോവിയറ്റിനേക്ക്, അതായത് സോവിയറ്റ് മീൻസ് യൂണിയൻ ഓഫ് ലേബേഴ്സ്, ഓക്കെ, യൂണിയൻ ഓഫ് വർക്കേഴ്സ്, ഈ വർക്കേഴ്സിൻ്റെ യൂണിയനെ ഓർഗനൈസ് ചെയ്ത് ഒരുമിപ്പിച്ചു, യൂണിഫൈ ചെയ്ത് ലെനിൻ ബോൾഷെവിക്സ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഫോം ചെയ്തു. എപ്പോഴാണ്? ഒക്ടോബർ 1917. ദിസ് ഒക്ടോബർ റെവല്യൂഷൻ വാസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് റഷ്യൻ റെവല്യൂഷൻ. ഈ ഒക്ടോബർ റെവല്യൂഷൻ ആയിരുന്നു റഷ്യൻ റെവല്യൂഷന്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത്. ഒക്ടോബർ 1917 നടന്ന ഒക്ടോബർ റെവല്യൂഷൻ. ഇറ്റ് ബോട്ട് ടു എൻ എൻഡ് വിത്ത് ദ റൂൾ ഓഫ് Tsar and led to the formation of the USSR and a new world order. അപ്പം ഇത് അവസാനം എന്തിന് കാരണമായി? സാർ ചക്രവർത്തിയുടെ റൂൾ അവസാനിക്കാനും അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ദ USSR, യുണൈറ്റഡ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു നേഷനിലേക്ക്, ഇത് പുതിയൊരു വേൾഡ് ഓർഡറിലേക്ക് ഫോം ചെയ്യാനായിട്ട് കാരണമായി. USSRന്റെ ഫോർമേഷന് കാരണമായത് അപ്പം എന്താണ്? റഷ്യൻ റെവല്യൂഷൻ ആൻഡ് ദ ഒക്ടോബർ റെവല്യൂഷൻ. ഓക്കെ, അതായത് എൻഡ് ഓഫ് ദി റഷ്യൻ റെവല്യൂഷൻ 1917 ഒക്ടോബറിലാണ് സംഭവിക്കുന്നത്. In the next lesson, we will read more about the industrialization, imperialism and the world wars. Okay, അപ്പോൾ നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നതൊക്കെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇമ്പീരിയലിസം, അതുപോലെ തന്നെ വേൾഡ് വാർസ്. നമുക്ക് 2 വേൾഡ് വാർസ് ഇല്ലേ, അത്. You will be able to understand how the Industrial Revolution changed the face of the world and brought about the tremendous changes in the life of people. അപ്പോൾ ആൾക്കാരുടെയും സമൂഹത്തിലുമൊക്കെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എങ്ങനെയാണ്, വേൾഡ് വാറും ഒക്കെ എങ്ങനെയാണ് നമ്മളുടെ ലൈഫിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തത്, ഇന്നത് കാണുന്ന സൊസൈറ്റിയിലേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെട്ടു, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻഡസ്ട്രിയലൈസേഷൻ്റെയും കൺട്രീസിൻ്റെയും നോൺ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിൻ്റെയും ഒക്കെ കോൺഫ്ലിക്ട്സ് എങ്ങനെ അവസാനിച്ചു എന്നും നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. സോ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ, ഇൻ ഹൗ മെനി കോളനീസ് വാസ് അമേരിക്ക ഡിവൈഡഡ്? 13 അല്ലേ. ദ തേർഡ് എസ്റ്റേറ്റ് ഓഫ് ഫ്രാൻസ് കംപ്രൈസ്ഡ് ഓഫ് കോമണേഴ്സ്. തേർഡ് എസ്റ്റേറ്റിൽ ആരായിരുന്നു? കോമണേഴ്സ്. The German unification was successfully carried out by the under the leadership of German unification ആരായിരുന്നു?
ആരായിരുന്നു? Bismarck, Otto von Bismarck. The Glorious Revolution in 1688 was a source of inspiration for the world. Justify the statement within 30 words. അപ്പോൾ Glorious Revolution of 1688 എങ്ങനെയാണ് മറ്റു രാജ്യങ്ങൾക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആയത്? ബിക്കോസ് അമേരിക്കയിൽ ഉണ്ടായ ഈ ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ ആയിരുന്നു ഫസ്റ്റ് ചേഞ്ച്, വേൾഡിൽ തന്നെ ഒരു ഫസ്റ്റ് റെവല്യൂഷൻ തന്നെ നമുക്ക് പറയാം. ഓക്കെ, ആ ഒരു റെവല്യൂഷൻ ഹോൾ വേൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഒരു സ്ലേവറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇമ്പീരിയലിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടും ഈ കോളനീസ് തമ്മിൽ യുദ്ധങ്ങൾ ആരംഭിക്കുന്നതും എങ്ങനെ അതൊരു USA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ഫോർമേഷൻ എത്തുമ്പോൾ മറ്റുള്ളവരിലും ഈ ഒരു പൊളിറ്റിക്കൽ തോട്ട് ഉണ്ടാവുകയും അതുവഴി അവരുടെ രാജ്യത്തിനും കൊളോണിയലിസത്തിനെതിരായിട്ട് അഥവാ ഇമ്പീരിയലിസത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവുകയും ചെയ്യുന്നു. Then enlist the two similarities between American War of Independence and French Revolution. രണ്ടിലും എന്തായിരുന്നു? കൊളോണിയലിസം തന്നെയായിരുന്നു. അതായത് എന്താണ്? ലോ എസ്റ്റേറ്റിലുള്ള ഫ്രഞ്ച് റവല്യൂഷൻ്റെ കേസിൽ താഴെ തട്ടിലുള്ളവരുടെ പ്രൊട്ടസ്റ്റ്. അമേരിക്കൻ വാറിലും എന്തായിരുന്നു? അവരും താഴെ തട്ടിലുള്ളവരുടെ യുദ്ധം തന്നെയായിരുന്നു അല്ലേ? The Russian Revolution was inspired by the ideologies of socialism. Explain briefly. ഷുവർ ആണല്ലേ? കാര്യം എന്താ? റഷ്യൻ റവല്യൂഷനിൽ ആകെ പറയുന്ന മൊത്തം അത് തന്നെയാണ്. സോവിയറ്റ്സ് ഫോം ചെയ്യുന്നു, വർക്കേഴ്സിന്റെ നീഡിന് വേണ്ടിയിട്ട് അവർ സോഷ്യലിസം എന്ന് പറഞ്ഞൊരു ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. കാൾ മാർക്സും ലിയോ ടോൾസ്റ്റോയൊക്കെ വന്നിട്ട് അവരുടെ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ അത്രയും ചേഞ്ചസ് ഉണ്ടാവുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് റീസൺ ഫോർ റഷ്യൻ റവല്യൂഷൻ ആസ് വെൽ ആസ് ഒക്ടോബർ റവല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നോക്കിയത് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. The feudal order of medieval Europe broke down as a result of several factors such as emergence of town, cities, the rival trade and the growth of commercial agriculture and aspiration of rising merchant class. ഓക്കെ, മെർച്ചൻ്റ് ക്ലാസിൻ്റെ ഉയർന്നു വരവോട് കൂടി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്? സിറ്റീസിൻ്റെയും അതുപോലെ ട്രേഡിൻ്റെ ഗ്രോത്തും ഒക്കെ കാരണം കൊമേഴ്ഷ്യലി അഗ്രികൾച്ചറി ഒരുപാട് വ്യത്യാസം, ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. ദാറ്റ് റിസൾട്ടഡ് ദി ഫ്യൂഡൽ ഓർഡർ, മീഡീവിയൽ യൂറോപ്പിലെ ഫ്യൂഡൽ ഓർഡർ അവസാനിക്കാൻ കാരണമായി. ദ റെനൈസൻസ് ഓർ റീബർത്ത്, നമ്മളത് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. റെനൈസൻസ് എന്താണ്? റെനൈസൻസ് അതിനെ നമ്മൾ അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് റീബർത്ത്. ഓക്കെ, അപ്പോൾ അത് കാരണം എന്തൊക്കെ സിവിലൈസേഷൻസ് സംഭവിച്ചു, എന്തൊക്കെയാണ് ചേഞ്ചസ് ആർട്ടിൻ്റെയും സയൻസിൻ്റെയും ട്രാവലിൻ്റെയും ഹ്യൂമാനിസത്തിൻ്റെയും ഒക്കെ ചേഞ്ചസ് നമ്മൾ പഠിച്ചു. കണ്ടോ? ഐഡിയ ഓഫ് ഹ്യൂമാനിസം ഉണ്ടായി, ചർച്ചിന് റീഫോർമേഷൻ ഉണ്ടായി. ഓക്കെ, കൗണ്ടർ റീഫോർമേഷൻ എന്നും പറയാറുണ്ട് അതിനെ. പിന്നെ നമ്മൾ പഠിച്ചത് റെനൈസൻസിൽ ഉണ്ടായ റാഷണൽ തിങ്കിങ്, സൊസൈറ്റിയിൽ ഉണ്ടായ ചേഞ്ചസ്, സയൻസിൻ്റെ ഫീൽഡിൽ ഉണ്ടായത്, കോപ്പർനിക്കസ്, കെപ്ലർ, ഗലീലിയോ, ന്യൂട്ടൺ, ഓർമ്മയുണ്ടോ ഇവരെയൊക്കെ? പിന്നെ എന്താണ്? വോയേജസിലും എന്തൊക്കെയാണ് സംഭവിച്ചത്? അവരും നമ്മുടെ വാസ്കോ ഡ ഗാമ, ഫെർഡിനൻഡ് മെഗല്ലൻ ഇങ്ങനെയുള്ള ആൾക്കാരും വോയേജസിൻ്റെ പേരുകൾ ഓർത്ത് വെച്ചിരിക്കുക, അവരെന്തൊക്കെയാണ് കണ്ടുപിടിച്ചതെന്ന് ഓർത്ത് വെച്ചിരിക്കണം. പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ റവല്യൂഷൻസ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ക്യാപിറ്റലിസ്റ്റ്, ബൂർഷ്വാസി അല്ലെങ്കിൽ വർക്കേഴ്സ്, പ്രൊട്ടലിസ്റ്റ് എന്ന് പറഞ്ഞ രണ്ട് പ്രൊലറ്റേറിയൻസ് എന്ന് പറഞ്ഞ രണ്ട് ക്ലാസ് ഫോം ചെയ്യുന്നു. അമേരിക്കൻ റവല്യൂഷൻ ഇൻസ്പയർ ചെയ്തു ഹോൾ വേൾഡിനെ ഇൻസ്പയർ ചെയ്ത് എന്തിനാണ്? ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം. ഇത് തന്നെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ സ്ലോഗൻ, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഓർമ്മയുണ്ടാവണം. ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ പഠിച്ചു. ഓൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ ഇവർ മൂന്നുപേരായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റലി. ഇറ്റലി എന്ന് പറയുന്നത് എന്തായിരുന്നു? 39 സ്മോൾ സ്റ്റേറ്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ജർമ്മനിയും ഒരുപാട് ഫെഡറേഷൻസ് ആയിരുന്നു അല്ലേ, സിംഗിൾ ഫെഡറേഷൻസ് ആയിരുന്നു. സോ ഇവർ രണ്ടുപേരും യൂണിഫൈ ചെയ്തു. ജർമ്മൻ യൂണിഫിക്കേഷന് കാരണമായത് ആരായിരുന്നു? കിങ് കൈസർ 2 അല്ലേ? റഷ്യയുടെയും ഓസ്ട്രിയയുടെയും കീഴിലായിരുന്നു. ഓർമ്മയുണ്ടല്ലോ, വായിച്ചു നോക്കിക്കൊള്ളണം. ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ അല്ലെങ്കിൽ ഇറ്റലിയുടെ യൂണിഫിക്കേഷൻ ഉണ്ടാവും. Then problems and concerns of no industrial working class led to the rise of socialism. റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുമ്പോഴേ അറിയാം സോഷ്യലിസം. കാൾ മാർക്സ്, ടോൾസ്റ്റോയ് ഇവരുടെയൊക്കെ പേര് ഓർത്ത് വെച്ചിരിക്കുക. സോഷ്യലിസ്റ്റ് ഐഡിയ എന്താണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതായത് വർക്ക് ചെയ്തു അവർ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞൊരു തോട്ടേ ഇല്ല. മുതലാളി, തൊഴിലാളി അങ്ങനെ ഒരു ചേഞ്ച് വരുന്നില്ല. ഓക്കെ, പിന്നെ എക്സാമിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ഡിഡ് ദ റൈസ് ഓഫ് ടൗൺസ് ആൻഡ് എമർജൻസ് ഓഫ് ട്രേഡ് ലെറ്റ് ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം? എങ്ങനെയാണ് മെർച്ചൻ്റ് ക്ലാസിൻ്റെ റൈസ് ഫ്യൂഡലിസത്തിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളത് പഠിച്ചതാണ്. വാട്ട് ഡു യു തിങ്ക് റെനൈസൻസ് മാർക്സ് എ ബ്രേക്ക് ഫ്രം ദ ഏർലിയർ പാറ്റേൺസ് ത്രൂ എക്സിസ്റ്റൻസ്? അപ്പം റെനൈസൻസ് എങ്ങനെയാണ് പണ്ടുണ്ടായിരുന്ന ചിന്താഗതികളെ മാറ്റിയത്? എന്തായിരുന്നു? ഹ്യൂമാനിസത്തിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് റാഷണൽ തിങ്കിങ് ചാർട്ട് ചെയ്തു. ഓക്കെ, അതൊക്കെയാണ് ആൻസർ വരുന്നത്. ഹൗ ഡിഡ് ദ റിഫോർമേഷൻ ഇമ്പാക്ട്
യൂറോപ്പ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. എങ്ങനെയാണ് റീഫോർമേഷൻ യൂറോപ്പിനെയും മറ്റ് രാജ്യങ്ങളെയും ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെയും ഇത് ഇൻഫ്ലുവൻസ് ചെയ്തത്? ഹൗ ഡിഡ് ദ ഡിസ്കവറി ഓഫ് ന്യൂ ലാൻഡ്സ് ചേഞ്ച് ദ എക്കോണമി ആൻഡ് സൊസൈറ്റി ഇൻ ദ മോഡേൺ വേൾഡ്? മോഡേൺ വേൾഡിൽ ഡിസ്കവറി ഓഫ് ന്യൂ ലാൻഡ്സ് എങ്ങനെ? അതാണ് കൊളോണിയലിസത്തിന് തന്നെ കാരണമായത് അല്ലേ? പുതിയ പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിച്ചു, അവിടെ നിന്ന് റോ മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടി കൊളോണിയലിസം സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ലിസ്റ്റ് ദ മെയിൻ ഐഡിയാസ് ഗിവൺ ഇൻ ദ ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ ഇൻഡിപെൻഡൻസിൻ്റെ ഐഡിയാസ് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. Then what ideas the French Revolution had an impact on the world order? ഫ്രഞ്ച് റെവല്യൂഷൻ എന്ത് ഇമ്പാക്റ്റ് ആയിരുന്നു? ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഇക്വാലിറ്റി, ഈ ഒരു കാര്യം തന്നെയാണ് മൊത്തം വേൾഡിനെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഡിസ്കസ് ദ സ്ട്രാറ്റജീസ് യൂസ്ഡ് ബൈ ദ ജർമ്മൻ ആൻഡ് ഇറ്റാലിയൻ ലീഡേഴ്സ് ഫോർ ദെയർ യൂണിഫിക്കേഷൻ. ഇറ്റാലിയൻ ലീഡേഴ്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡയറക്റ്റ് മെത്തേഡ് ആയിരുന്നെങ്കിൽ ജർമ്മൻ യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് ആദ്യം പെർഷ്യനെ കൂട്ടുപിടിച്ചു, പിന്നെ ഓസ്ട്രിയനെ കൂട്ടുപിടിച്ചു, പിന്നെ പെർഷ്യനെ കളഞ്ഞു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ? ഫ്രാൻസിനെ കൂട്ടുപിടിക്കുന്നു, ഫ്രാൻസിനെ കളയുന്നു. അപ്പം അതൊരു നല്ല രസമായിട്ട് വായിച്ച് പഠിച്ചു വെക്കുക. Describe the conditions of the industrial workers which influenced the Russian Revolution. എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിൻ്റെ ലൈഫ് അത് റഷ്യൻ റവല്യൂഷനെ ബാധിച്ചതെന്ന്. ഓക്കെ, നോക്കൂ, ആൻസേഴ്സും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഓരോ സെഷനിലെയും ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വായിച്ച് നോക്കിയാൽ മതി. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ആൻസേഴ്സ് ഇത് ബ്രീഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മാർക്ക് അനുസരിച്ച് ഇതിനെ വലുതാക്കി എഴുതുക. ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് തന്നെ മാർക്ക് അനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറച്ച് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ചാപ്റ്റർ എൻഡ് ചെയ്തിട്ടുണ്ട്.